കൂട്ടുകാർക്ക് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലീസ് കോൺസ്റ്റബിൾ എന്നുള്ള തസ്തികയിലേക്ക് 2023 നടന്ന ഓൺലൈൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ശരിയായ പ്രസ്താവന ഏത്? KPCCയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം 1921 ഒറ്റപ്പാലത്ത് നടന്നു. 1928 പയ്യന്നൂരിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമ്മേളനം കേരള സംസ്ഥാന രൂപീകരണത്തിനായി പ്രമേയം പാസാക്കി. 1945 ഏപ്രിലിൽ കേളപ്പന്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വെച്ച് ഐക്യ കേരള സമ്മേളനം ചേർന്ന് ഐക്യ കേരളം എന്ന പ്രമേയം പാസാക്കി. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങൾ സംയോജിച്ച് തിരുക്കൊച്ചി സംവിധാനം രൂപപ്പെട്ടു. ആൻസർ എന്താണ് വരിക? 1ഉം 4ഉമാണ് കേട്ടോ. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. സി ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1857 കലാപവുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? 1857 കലാപവുമായി ബന്ധപ്പെട്ട തോമസ് ജോൺ ബാർക്കർ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. 1857 കലാപത്തിന് ഗ്വാളിയോറിൽ നേതൃത്വം നൽകിയത് താന്തിയ തോപ്പിയും റാണി ലക്ഷ്മിഭായിയുമായിരുന്നു. 1857 കലാപ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ കാനിങ് പ്രഭുവായിരുന്നു. 1857 കലാപത്തിന്റെ തുടക്കം മീററ്റിലായിരുന്നു. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. 1 ആണ് യോജിക്കാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ ജോഡി കണ്ടെത്തുക. സ്വാതി തിരുനാൾ, ഗൗരി പാർവതിഭായ്, ഗൗരി ലക്ഷ്മിഭായ്, സേതു ലക്ഷ്മിഭായ്. ആൻസർ എന്താണ് വരുന്നത്? സ്വാതി തിരുനാൾ എന്നുള്ളത് ശുചീന്ദ്രം കൈമുക്ക് നിരോധനം. ഗൗരി പാർവതിഭായ് എന്നുള്ളത് ആരാണ്? നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം. ഗൗരി ലക്ഷ്മിഭായ് എന്നുള്ളത് അടിമത്ത നിരോധനം. സേതു ലക്ഷ്മിഭായ് എന്നുള്ളത് മരുമക്കത്തായ നിരോധനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1942 ജൂലൈ 14 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കിയ വാർധാ പ്രഖ്യാപനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലേക്ക് നയിച്ചത്. ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്നാണ് ഈ പ്രക്ഷോഭം ആരംഭിച്ചത്. മുസ്ലിം ലീഗ് സജീവമായി ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഈ പ്രക്ഷോഭത്തിലാണ് നൽകിയത്. ആൻസർ എന്താണ് വരിക? 1ഉം 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ജെയിംസ് രണ്ടാമനാണ്. മഹത്തായ വിപ്ലവത്തിന്റെ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ട്യൂഡർ രാജവംശമായിരുന്നു. 1215 ചാൾസ് ഒന്നാമൻ റണ്ണിമീഡിൽ വെച്ച് മാഗ്ന കാർട്ട ഒപ്പുവെച്ചു. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അരങ്ങേറിയത് 1688 യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2ഉം 3ഉം ആണ് യോജിക്കാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായവ കണ്ടെത്തുക. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹേഗ് നെതർലാൻഡ്, UN സർവകലാശാല ടോക്കിയോ, യുനെസ്കോ ജനീവ, ലോകാരോഗ്യ സംഘടന പാരീസ്. ശരിയായവയാണ് കണ്ടെത്തേണ്ടത്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തെരഞ്ഞെടുക്കുക. ഉത്തരാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ പകൽ ജൂൺ 21 ആണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ പകൽ ഡിസംബർ 22 ആണ്. ഉത്തരാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ രാത്രി ഡിസംബർ 22 ആണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ രാത്രി ജൂൺ 21 ആണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ ജോഡി കണ്ടെത്തുക. സിറോക്കോ സഹാറ, ഫെൻ ആൽപ്സ്, ചിനൂക്ക് റോക്കീസ്, മിസ്ട്രാൽ ഓസ്ട്രേലിയ. ആൻസർ ഡി ആണ്. 1ഉം 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുക. മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മിസോറാം, പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, മേഘാലയ, ത്രിപുര. മിസോറാം, ത്രിപുര, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്,
മണിപ്പൂർ, ജാർഖണ്ഡ്. ഇതിലേതാണ് ആൻസർ? ബി ആണ്, അതായത് മിസോറം, ത്രിപുര, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാതു സമ്പത്തിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് കർണാടകയിലാണ്. മൈക്ക ഏറ്റവും കൂടുതൽ ലഭ്യമായത് ആന്ധ്രാപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയിലാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എണ്ണക്കിണർ അസമിലെ ദിഗ്ബോയിൽ ആണ്. ആൻസർ ബി ആണ്, 2ഉം 4ഉം ആണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വനങ്ങളെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ചന്ദനക്കാടുകൾ ധാരാളമായി ഉള്ളത് ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ്. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് സൈലന്റ് വാലി മേഖലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് നിലമ്പൂർ. കേരളത്തിലെ കണ്ടൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ്. ആൻസർ സി ആണ്, 1ഉം 2ഉം ആണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. കാഞ്ചൻജംഗ പശ്ചിമ ബംഗാൾ, നന്ദാദേവി ഉത്തരാഖണ്ഡ്, ദൊഡ്ഡബെട്ട തമിഴ്നാട്, പരസ്നാഥ് മധ്യപ്രദേശ്. ആൻസർ എ ആണ്, 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാങ്കേതിക വിദ്യയുടെ പുരോഗതി കാരണം എന്താണ്? പ്രധാന വക്രം വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീമാന്ത ഉപയുക്തത നെഗറ്റീവ് ആകുമ്പോൾ മൊത്തം ഉപയുക്തത ആൻസർ സി കുറയുന്നു. വരുമാനം 0 ഓട്ടോണോമസ് ഉപഭോഗ ചെലവ് പോസിറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമൂഹിക പശ്ചാത്തല സൗകര്യത്തിന് ഉദാഹരണം ആൻസർ സി വിദ്യാലയങ്ങൾ. താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യൻ ഓഹരി വിപണിയുടെ അളവുകോൽ ആൻസർ ബി സെൻസെക്സ്. ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആൻസർ ബി റിസർവ് ബാങ്ക്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ആൻസർ ഡി രാഷ്ട്രീയ ചായ്വ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ചരക്കു സേവന നികുതി GSTയുമായി ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ. 2017 ജൂലൈ 1 നിലവിൽ വന്നു. GST സമിതിയുടെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ വരുന്നില്ല. ആഡംബര നികുതി GSTയിൽ ലയിപ്പിച്ചു. ആൻസർ സി ആണ്, 1ഉം 3ഉം 4ഉം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1950 ജനുവരി 25 നിലവിൽ വന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജ്കുമാർ ആണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 326. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുവാൻ ഉപരാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ആൻസർ സി ആണ്, 3ഉം 4ഉം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇപ്പോഴല്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1976 42ാം ഭേദഗതിയിലൂടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയം അല്ലെങ്കിൽ വിഷയങ്ങൾ ഏവ? വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, പോലീസ്. ആൻസർ ഡി ആണ്, 1ഉം 2ഉം 3ഉം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഇന്ത്യൻ മുഖ്യ ന്യായാധിപനാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഡോക്ടർ സക്കീർ ഹുസൈൻ ഇംപീച്ച്മെന്റിന് വിധേയനായ രാഷ്ട്രപതിയായിരുന്നു. രാഷ്ട്രപതി ലോകസഭാംഗമാണ്. ദ്രൗപദി മുർമു 2022 ജൂലൈ 25 അധികാരത്തിൽ വന്നു. ആൻസർ എ ആണ്, 1ഉം 4ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായി നിർമ്മിക്കുന്ന നിയമങ്ങൾ അസാധുവാക്കുന്ന വകുപ്പ് 13. സ്ഥാനപ്പേരുകൾ ഒഴിവാക്കുന്ന വകുപ്പ് 18. ബാലവേല നിരോധിച്ച വകുപ്പ് 23. മതസ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്ന പണത്തെ
നികുതിയിൽ നിന്നും ഒഴിവാക്കുന്ന വകുപ്പ് വകുപ്പ് 27. ആൻസർ എന്താണ്? 1ഉം 2ഉം 4ഉം ആണ് കേട്ടോ. 1ഉം 2ഉം 4ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ആമുഖത്തിന്റെ അടിസ്ഥാനം ലക്ഷ്യപ്രമേയമാണ്. ബെറുബാമി കേസ് ആമുഖവുമായി ബന്ധപ്പെട്ടതാണ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്. ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ആൻസർ എന്താണ് വരിക? ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി ഏത്? ആൻസർ സി, ഷാ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? പൗരത്വ നിയമ നിർമ്മാണം പാർലമെന്റിന്റെ അധികാരത്തിൽപ്പെടുന്നു. ഭരണഘടനയുടെ 5 മുതൽ 12 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ ഭാഗം 4-ൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. രജിസ്ട്രേഷനിലൂടെ പൗരത്വം ആർജിക്കാൻ 10 വർഷം ഇന്ത്യയിൽ താമസിക്കണം. ആൻസർ ഡി ആണ്. 1 മാത്രമാണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്ന വനിത ആരെ? ആൻസർ ഡി, മീരാഭായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് എന്ന്? ആൻസർ എ, 25/5/2015. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആവേശമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക്. അതിരില്ലാത്ത ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ. ആരുടെ വാചകമാണിത്? ശ്യാം സരൺ നെഗി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും. ഇതില് ശ്രീ കെ രാജൻ, അഡ്വക്കേറ്റ് ആന്റണി രാജു, ശ്രീ എ കെ ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് GR അനിൽ. ഇതുമായിട്ട് യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഏതാണ് കിട്ടുക? ശ്രീ കെ രാജൻ എന്നുള്ളത് ലാൻഡ് റവന്യൂ, അഡ്വക്കേറ്റ് ആന്റണി രാജു എന്നുള്ളത് ഗതാഗത ആണ്. പിന്നെ എന്താണ്? ശ്രീ എ കെ ശശീന്ദ്രൻ എന്നുള്ളത് വനം വന്യജീവി, അഡ്വക്കേറ്റ് GR അനിൽ എന്നുള്ളത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? പീനിയൽ ഗ്രന്ഥി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? ആൻസർ സി, വിറ്റാമിൻ എ. നീലഗിരി താർ പ്രൊജക്ട് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ആൻസർ ബി, തമിഴ്നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, MDT മൾട്ടി ഡ്രഗ് തെറാപ്പി നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? ആൻസർ എ, ലെപ്രസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ഓസ്റ്റിയോപോറോസിസ് അസ്ഥിക്ഷയ ദിനം? ആൻസർ സി, ഒക്ടോബർ 20. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം? ആൻസർ സി, അണ്ഡകോശം അല്ലെങ്കിൽ ഓവം. ചന്ദ്രനിലെ പാലായന പ്രവേഗം എത്ര? ആൻസർ എ, 2.3 km/s. പവറിന്റെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയുത്തരം? ജൂൾ/സെക്കൻഡ്, ജൂൾ, കുതിരശക്തി, വാട്ട്. ആൻസർ എന്താണ് വരുന്നത്? 1ഉം 3ഉം 4ഉം ആണ്. ജൂൾ/സെക്കൻഡ്, പിന്നെന്താണ്? കുതിരശക്തി, വാട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വിന്റലിന് തുല്യമായത് ഏത്? 100 കിലോഗ്രാം ആണ് ഒരു ക്വിന്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ISROയുടെ നിലവിലത്തെ ചെയർമാൻ ആര്? ഡോക്ടർ വി നാരായണനാണ് ഇപ്പോഴുള്ള ISRO ചെയർമാൻ ട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ളത് ഏതിന്? ആൻസർ എന്താണ് വരിക? ആൻസർ എ, ഫ്ലൂറിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ്? ആൻസർ ഡി, അവോഗാഡ്രോ നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്? ആൻസർ സി, വനേഡിയം പെന്റോക്സൈഡ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഏവ? നീറ്റുകക്ക, സോഡിയം കാർബണേറ്റ്, കളിമണ്ണ്, ജിപ്സം. ഇതിൽ ഏതൊക്കെയാണ്? 1, 3, 4 ആണ് കേട്ടോ. നീറ്റുകക്ക, കളിമണ്ണ്, ജിപ്സം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയത് ആര്? ഗുരു ഗോപിനാഥാണ്. ഏതു മേഖലയിലെ പ്രകടനത്തിനാണ് സുമ സിദ്ധാർത്ഥ് ഷിരൂർ 2022 ദ്രോണാചാര്യ അവാർഡിന് അർഹയായത്? ആൻസർ എ, പാരാഷൂട്ടിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏകലവ്യൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ആൻസർ ഡി, KM മാത്യൂസ്. നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനായുള്ള സ്ഥാപനം സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ സി, എറണാകുളം. ഗോൾഡൻ ഗ്ലോബ് റേസ് ഏത് ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഡി, ഏകാന്ത പായ് വഞ്ചിയോട്ടം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.